ലഹരിയുടെ ഹോട്ട്സ്പോട്ടുകൾ. നമ്മുടെ സംസ്ഥാനത്തെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ലഹരി സംഘങ്ങൾ വളരെ സജീവമാണെന്ന് നമ്മുടെ യാത്രയിൽ മനസ്സിലായി. തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് മാത്രം കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി അക്രമ സംഭവങ്ങളുണ്ടായി. മേഖലയെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമോ ഈ ലഹരി മാഫിയയുടെ നീക്കങ്ങളെന്നാണ് നമ്മുടെ സംശയം. തിരുവനന്തപുരത്തുകാർക്ക് നേരമ്പോക്കിന്റെ ഇടമാണ് ശംഖുമുഖം. ബീച്ചിന്റെ ഒരത്ത് സൊറ പറഞ്ഞും സെൽഫി എടുത്തും മധുരം നുണഞ്ഞും വൈകുന്നേരങ്ങളിൽ ആളുകളെത്തും. പക്ഷേ ഇരുട്ട് വീണ് തിരക്കൊഴിയുമ്പോൾ ശംഖുമുഖം ഭാവം മാറും. പിന്നെ ഇവിടം ലഹരി നുണയുന്നവരുടെ കേന്ദ്രമാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് പാളയം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളായ 3 പേരെ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവർ ആക്രമിക്കുന്നത്. കോളേജ് യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം എത്തിയതായിരുന്നു ഇവർ. രാത്രി അന്ന് യൂണിറ്റ് സമ്മേളനമായിരുന്നു. അന്ന് രാവിലെ SFIയുടെ യൂണിറ്റ് സമ്മേളനമായിരുന്നു. യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞ് കുറച്ചധികം ആൾക്കാർക്ക്, വനിതകൾക്ക് അവരുടെ ഹോസ്റ്റലിനകത്ത് കയറാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. മറ്റ് PG എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടി 6 മണിയോടുകൂടി കയറാമെന്നുള്ള രീതിക്കാണ് ഞങ്ങളിവിടെ നിന്നത്. ആ സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ശംഖുമുഖം ബീച്ചിലോട്ട് പോവുകയും അവിടെ ഇരുന്ന് ഒരു പുലർച്ചെ 4 മണിയായപ്പോൾ ആരും ഒന്നും പറയാതെ കുറേ ആൾക്കാർ വന്ന് അടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന 1-2 പേരുണ്ടായിരുന്നു, അറിയാത്ത കുറേ ആദ്യ ആൾക്കാരുണ്ടായിരുന്നു. കോളേജ് ക്യാമ്പസിനുള്ളിൽ ലഹരി സംഘത്തിനെതിരെ നടത്തിയ പ്രചാരണമാണ് സംഘം ചേർന്നുള്ള ആക്രമണത്തിന് പിന്നിൽ. ശംഖുമുഖം പോലൊരു സ്ഥലത്തുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചുപോയി കുട്ടികൾ. നമ്മളെ അങ്ങനെ ടാർഗറ്റ് ചെയ്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ അല്ലാതെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാവാം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പൊതുവെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. ബംഗളൂരുവിൽ നിന്ന് തമിഴ്നാട് അതിർത്തി വഴി സുലഭമായി ലഹരി വസ്തുക്കൾ തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം. പരിശോധനകളിൽ നിരവധി പേരെ പിടികൂടിയിട്ടും മാഫിയ സംഘങ്ങളുടെ വേരറുക്കാൻ കഴിയുന്നില്ല. ലഹരി വ്യാപനം തടയാൻ സംയുക്തമായ പോരാട്ടം വേണമെന്നാണ് പോലീസും എക്സൈസും പറയുന്നത്. തലസ്ഥാനത്തിൻ്റേത് മാത്രമല്ല, കേരളത്തിൻ്റെയും ടൂറിസം ഭൂപടത്തിൻ്റെ മുഖമാണ് ശംഖുമുഖം. അവിടമാണ് ഇരുട്ടിൻ്റെ മറവിൽ ലഹരി സംഘം കൈയടക്കുന്നത്. തുടക്കത്തിലെ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ ഇന്നീ നാട്ടുകാർക്കുണ്ടായ ദുരനുഭവം നാളെ ആർക്കുമുണ്ടാകാം. അത് ഈ നാടിനാകെ ഒരു തീരാക്കളങ്കമാകും. ശംഖുമുഖത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. കൂടുതൽ വിവരങ്ങളുമായി ശംഖുമുഖത്ത് നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ ഇത്തരം ലഹരി കച്ചവടക്കാർ അവിടെ ഇപ്പോഴും സജീവമാണ് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മൾ ഈ സ്റ്റോറിയുടെ ഏറ്റവും അവസാനം പറഞ്ഞ ആ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ചില വിശദീകരണം നമുക്ക് പറയാനുണ്ട്. അതായത് ഈ ക്യാമ്പസിൽ ലഹരി വിരുദ്ധ ഒരു പരിപാടി ഈ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ ക്യാമ്പസിന് പുറത്തുമൊക്കെ ലഹരി വ്യാപനം നടത്തുന്ന, ലഹരി വിൽപ്പന നടത്തുന്ന ചില കേന്ദ്രങ്ങളെക്കുറിച്ച് അതിൻ്റെ വിവരങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഈ ക്യാമ്പസ് വിട്ട് യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് പോയ വിദ്യാർത്ഥികൾക്ക് നേരെ ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നവർക്ക് ഭയം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ തലസ്ഥാന നഗരിയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഒപ്പം ഈ ശംഖുമുഖം പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ടൂറിസ്റ്റുകൾ ഒഴിയുന്ന ഒരു സമയമുണ്ട്. അത് രാത്രി ഒരു 9 മണിക്കൊക്കെ ശേഷം അധികം ആളുകൾ ഇവിടേക്ക്, ടൂറിസ്റ്റുകളായ ആളുകൾ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം, അതായത് ആ സമയത്തിന് ശേഷമാണ് ഇങ്ങനെ മാരക ലഹരികളുമായി വലിയൊരു സംഘം ആളുകൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പോലീസും എക്സൈസും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. നാട്ടുകാരൊക്കെ നിരവധി തവണ പരാതി എക്സൈസിലും പോലീസിലും ഒക്കെ നൽകിയിട്ടുണ്ട്. സ്വമേധയാ നാട്ടുകാർ തന്നെ സംഘടിച്ച് ഇവിടെ എത്തുകയും ഒരു കാലത്ത് ഇവരെയൊക്കെ തുരത്തുകയും ചെയ്തതാണ്. വീണ്ടും ഇത് ശംഖുമുഖം പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇവരുടെ ഇടപെടൽ സജീവമാകുന്നു എന്നുള്ളതാണ് ഈ തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ള കാര്യം. ഒരുപക്ഷെ അവിടേക്ക് ഇപ്പോൾ ഭയം കൂടാതെ നാട്ടുകാർക്ക് പോലും എത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതൊക്കെ ചെറുക്കണമെങ്കിൽ, അതിനെയൊക്കെ തുരത്തി ഓടിക്കണമെങ്കിൽ കൂടുതൽ ശക്തി ആർജിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ എന്തുകൊണ്ട്
എന്തുകൊണ്ടോ ആ ഇടങ്ങളിലേക്കൊക്കെ ഭയം കൂടാതെ ചെല്ലാൻ ഇവിടുത്തെ എക്സൈസ് സംഘത്തിന് പോലും കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമുക്ക് മറച്ചു പിടിക്കാനുമാവില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഡ്രഗ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിൻ്റെ അതിർത്തി കടന്നെത്തുന്നത് എന്നുള്ളത് എക്സൈസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒപ്പം നമ്മുടെ SKN40 യാത്രയുടെ ഭാഗമായി നമ്മൾ നടത്തിയ പരിശോധനയിലും ഈ വസ്തുത നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചെന്നൈ, ബാംഗ്ലൂർ അടക്കമുള്ള മേഖലകളിൽ നിന്നും ഈ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളിലാണ് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ ഈ ലഹരി സംഘങ്ങൾ ഈ പാക്കറ്റുകളിൽ ഏൽപ്പിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അത് പിടികൂടുന്നതിൽ ചില പ്രശ്നങ്ങളുമുണ്ട്. അതിൽ വരുന്ന ആളുകളിൽ ഒരു നിശ്ചിത എണ്ണം ആളുകൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത് എന്നുള്ളതും ശ്രദ്ധാകേന്ദ്രമാണ്. എന്തായാലും ഇതൊക്കെ തുടച്ചു നീക്കാൻ ശക്തമായ ഇടപെടൽ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വേണമെന്നുള്ളതാണ് SKN പൊതുവെ ഉയരുന്ന ആവശ്യം. ശംഖുമുഖത്ത് ഒരു പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്, അജിത്ത്. അജിത്ത്, ഗുഡ് മോർണിംഗ്. അജിത്ത്, ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ലഹരി കച്ചവടം? പ്രത്യേകിച്ച് രാസലഹരി വിൽപ്പനക്കാരും അവിടെ സജീവമാണ് എന്ന് നമ്മുടെ യാത്രയിൽ നമുക്ക് മനസ്സിലായിരുന്നു. എന്തെങ്കിലും സ്ഥിതിഗതികൾ മാറിയോ? ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട്. അതിനുശേഷം സത്യം പറഞ്ഞാല് ഭയക്കുന്നു കേട്ടോ. അവിടെ വരുന്നവര് അവിടെ നിന്ന് വരാനൊന്നും മടിക്കുന്നുണ്ട്. അതിനുശേഷം വളരെ ശല്യം കുറവാണ് നമ്മുടെ ആ വാർത്തയ്ക്ക് ശേഷം. ഓക്കെ, വളരെ സന്തോഷം കേൾക്കുമ്പോൾ. കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരം ഭയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പഠിച്ചതേ പാടൂ എന്ന് കരുതുന്ന ചില ആളുകളൊക്കെ ഇപ്പോഴും വിൽപ്പന തുടരുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടുകാർക്ക് എന്താണ് ഇതിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ? ഇടപെടൽ നടത്തുന്നത് അതിനുശേഷം ഒരുപാട് പേര് വിളിച്ച് നമുക്ക് ഒരുമിക്കണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കൂടി ഇപ്പം വളരെയായിട്ട് ശക്തമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് പകുതിയിൽ പരം കൂടുതലായി. കാരണം പോലീസ് സ്ഥിരമായി നിരീക്ഷിക്കാൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്കും അല്പം ആശ്വാസത്തിലാണ് അതിനുശേഷം, നമ്മുടെ ആ ഇടപെടലിന് ശേഷം. ഓക്കെ, വളരെ വളരെ സന്തോഷം അജിത്ത്. എന്നാലും ശംഖുമുഖത്ത് കുറഞ്ഞിട്ടുണ്ട് ഈ ലഹരി വിൽപ്പന എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിയൊക്കെ ഒഴുകുന്നൊരു സ്ഥലമായി ഈ ടൂറിസ്റ്റ് പ്രദേശം മാറാൻ പാടില്ല. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ആളുകളൊക്കെ തന്നെ സായാഹ്നത്തിൽ സമയം ചെലവഴിക്കാൻ എത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ് ഈ ശംഖുമുഖം ബീച്ച്. അവിടെ കുറച്ച് കടൽ കരയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടലും കടന്നു പോകുന്ന ചിന്തയാണ് ഈ ലഹരിയുടെ തിരമാലയുമായി വരുന്ന ആൾക്കാരുടെ മനസ്സിൽ.